അപ്പം ഒന്ന് ചൂടായപ്പോഴേ മക്കളെ വേർത്ത് കുളിക്കുകയാണ്. അപ്പം ഞാൻ ഇളനീർ ജ്യൂസ് അടിച്ചിട്ടുണ്ട്, ഒരു ഏലക്ക വെച്ചിട്ട് പാലും ചേർത്തിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കൊടുന്ന് വെച്ചതാണ്. ഇളനീരിൻ്റെ കരിക്ക് കുടിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അന്ന് കൊടുന്ന് വെച്ചതാണ് കേട്ടോ അതിൻ്റെ കാമ്പ്. അപ്പം നമുക്കൊന്ന് കുടിച്ചാലോ? നല്ല അടിപൊളിയാണ്. ഇളനീരാണ് കുടിച്ചാൽ തണുപ്പുള്ള പാലും കൂടെ ആയാൽ ഫ്രീസറിൽ വെച്ചിട്ടേ. ഇപ്പം ഇങ്ങനത്തെ ജ്യൂസൊക്കെ കുടിക്കണം. നമുക്ക് തേങ്ങ ഒന്നുമില്ല, പുറത്തുനിന്ന് വാങ്ങിയ ഇളനീരിൻ്റെ കാമ്പ് കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഞാൻ ഫ്രിഡ്ജ് വെച്ച സ്റ്റോർ ചെയ്ത് വെച്ച കേടുവരില്ലല്ലോ. എന്തൊക്കെയാ മക്കളെ വേറെ വിശേഷം? സുഖം തന്നെയല്ലേ? അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ ചൂടായപ്പോൾ ഇങ്ങനെ തന്നെ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടിയ അത്രയും നന്ന് മക്കളെ. നോമ്പൊക്കെ നോൽക്കാൻ മഴ ചൂടത്തെങ്ങനെ നോമ്പ് നോൽക്കുക? പഠിച്ചോനുണ്ട് മഴ നന്നെങ്കിൽ വലിയ അനുഗ്രഹമായിരുന്നു. ചായ ഉണ്ടാക്കിയില്ല, വൈകുന്നേരത്തെ ചോസ് ഉണ്ടാക്കി. ചൂടല്ല, അപ്പോൾ പഴമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി മീൻ പൊരിക്കണ്ട. അപ്പം നക്ഷത്രത്തിനെ കാണിച്ചു തരാം നമുക്ക്. കാണുന്നുണ്ട് മക്കളെ, അവളെ കണ്ണി ചിമ്പിച്ച് നിൽക്കണു. ആ നക്ഷത്രത്തിനെ കാണാൻ കാണി തിളങ്ങി നിൽക്കണതാ. ആ ചരൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കാൻ കേട്ടോ. അപ്പോൾ ആ നക്ഷത്രം എൻ്റെ ദിശയിൽ തന്നെ ഉണ്ട്. കണ്ണിൻ്റെ മേലക്ക് നേരാണ്, ആ കണ്ണി ചിമ്പിക്കുകയാണ് കേട്ടോ. എന്ത് മനോഹരമായിട്ടാണ് കാണുന്നറിയോ? അത് കാണുന്നുണ്ടോ? കണ്ണ് ചിമ്പിച്ചിങ്ങാട് നിൽക്കുന്നുണ്ട് കേട്ടാ. അതാ ആ നക്ഷത്രം ഇങ്ങനെ കണ്ണ് ചിമ്പിച്ചിട്ടുണ്ട്. ഇപ്പം സമയം 7:30. ആ ചാനലിൻ്റെ ദിശയിൽ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ നേരെ നക്ഷത്രമുണ്ട്. അപ്പം നിങ്ങൾക്കൊന്ന് കാണിക്കാണോ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല തിളങ്ങി നിൽക്കുക. ഭയങ്കര മനോഹര കാഴ്ച. അങ്ങനെ എല്ലാവർക്കും നക്ഷത്രത്തിനെ കിട്ടാറില്ലല്ലോ. ആകാശത്തിലെ നക്ഷത്രത്തെ കണ്ണ് ചിമ്പിക്കുന്നു പൊന്നുമക്കളെ. എന്ത് കൗതുകമാണെന്നറിയോ? അപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ പട്ടൻ്റെ മറവിലാണല്ലോ മുപ്പരാള്. നക്ഷത്രം കണ്ണങ്ങനെ ചിമ്പിച്ച് ഇങ്ങനെ കളിക്കുക. ആ നിൽക്കുന്നു പൊന്നാന മോനെ. ഇട്ട് വാ മോനെ. എൻ്റെ പൊന്നു നക്ഷത്രം. എൻ്റെ പൊന്നും മക്കളെ, കൽവകം
നീറിപ്പുകഞ്ഞു കരളുരുകി കണ്ണുനീർ വാർത്തു. എന്തു സംഭവമാ, എന്തു ദുഃഖകരമാ, സന്തോഷമില്ല ജീവിതം എൻ മരണതുല്യമാ. കൽബിൻ്റെ വേദനകൾ, കൽബിൻ്റെ വേദനകൾ അറിയുന്നു നാഥ. എൻ്റെ റബ്ബേ അല്ലാഹുവേ ആരാധ്യനേ, ചൊല്ലിടാം നിൻ അസർമുല്ല മണം വീശും കാറ്റേ. പാടിച്ചല്ലടാ മക്കളെ. കണ്ണീരിപ്പാടം കൊയ്യുന്നേരം റബ്ബേ എന്നൊരു തേങ്ങൽ, കണ്ണീരാവും കൽബും കൊണ്ട് വന്നേനാനീരാവിൽ. എങ്ങ് പോയി സുബ്ഹാനനേ, ഇടനെഞ്ചി പൊട്ടി പാടിട എൻ്റെ ഓമലേ, എൻ്റെ ഓമലേ. സയ്യിദാമന്ന മുബത്തയ എൻ്റെ ചെടി കണ്ട മക്കളെ. ഇത് ചൂലൊക്കെ അവിടെയൊക്കെ പുറത്ത് നിരത്തിയിട്ട് കൂടെ അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം എൻ്റെ പൊന്നുമക്കളെ. ഇതൊക്കെ നമ്മുടെ സാമഗ്രികളാണ് കേട്ടോ. സ്പ്രേനായിട്ടും കണ്ണി കണ്ടതായിട്ടും ഒക്കെ പൊന്നുമക്കളെ ചൂല് കട്ടിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിരുന്നു സാധനങ്ങൾ. പീഡിയക്കോട് സാധനങ്ങളും. ഇത് ഡൈനിങ് ഹാളിലുള്ള കട്ടിലാണ് എൻ്റെ പൊന്നുമക്കളെ. ഇത് ക്ലിപ്പ്, മോതിരം, വളകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ക്ലിപ്പും പെട്ടിയാണ്. മൈലാഞ്ചി, ചോറ്റുപാത്രം, പായക്കത്തോലാപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്താ ഒരു വീടായാലും എന്തൊക്കെ പണികളാണ് എൻ്റെ പൊന്നുമക്കളെ. ഒരാളെടുക്കാനില്ല, വീഡിയോ ചെയ്യണം, എടുക്കും വേണം, എല്ലാ പണിയും എടുക്കണം. പഴങ്ങൾ തിന്ന ചൂട് സഹിക്കാൻ തീരെ വയ്യ. അതെല്ലാവരും സ്ഥിതമാണല്ലേ, ചൂട് സഹിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ എന്താ വെച്ചിട്ട് എന്താണ് പൊതുവേ നമ്മൾക്ക് അസുഖം വരുന്നത് പല കാലാവസ്ഥ അതുമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നേ. ഈ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ഉച്ചക്കുള്ള വെയിൽ വൈകുന്നേരം ഇറങ്ങലായി. ഉച്ചക്കുള്ള വെയിൽ ഭയങ്കര ശക്തമായിട്ടുള്ള നല്ല സൺലൈറ്റാണ്. അത് മാക്സിമം കൊള്ളാതിരിക്കുകയാണ്, ഒഴിവാക്കലാണ് ബുദ്ധി. അതുകൊണ്ടാണ് ഈ എല്ലാവർക്കും അസുഖം വരുന്നത്. പനിയായിട്ടും പല അസുഖങ്ങളും വരുന്നത്. മാക്സിമം കച്ചറകളും ഒഴിവാക്കുക, പരസ്പരം വൃത്തിയാക്കുക. വീടിൻ്റെ എല്ലാം നല്ല മാസമല്ലേ കടന്നു വന്നിരിക്കുന്നത്. യഹൂദിയെ പോലെ ആവാൻ പാടില്ലല്ലോ മുസ്ലിങ്ങളായ ആൾക്കാർ. പരിസരം വൃത്തിയാക്കണം. എല്ലാ പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് ഒരു കൊല്ലത്തെ ഒരു റമളാൻ വരുന്ന സമയത്തെ അടുക്കും ചിട്ടയും വേണം. അല്ലാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നോൽമ്പ് നോൽക്കാൻ നമ്മൾ ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും പടച്ചോൻ നമുക്ക് കോരിച്ചെറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു. അസ്സലാമു അലൈക്കും.